സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പുലരിയുമായി മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. സമൃദ്ധിയും ഐശ്വര്യവും കണികണ്ടുണർന്നാണ് മലയാളം വിഷു ആഘോഷം ആരംഭിക്കുന്നത്. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഉൾപ്പെടെ കണി ഒരുക്കിയിരുന്നു. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവമായി മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. കേരളത്തിന്റെ കാർഷികോത്സവമാണ് വിഷു. വരാനിരിക്കുന്ന ഒരു വർഷത്തെ ഫലത്തെക്കുറിച്ചുള്ള മലയാളി മനസ്സിന്റെ പ്രതീക്ഷ കൂടിയാണിത്. രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു എന്ന് പറയാം. വിഷുക്കണിയൊരുക്കുക, കണി കാണുക, കൈനീട്ടം വാങ്ങുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക, കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷുസദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിന്റെ പ്രധാന ചടങ്ങുകൾ. കൊന്നമരവും അവയുടെ മഞ്ഞപ്പൂക്കളും വിഷുവിന് പ്രധാനമാണ്. കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കുന്നുണ്ട്. കണിക്കൊന്നയും ധാന്യശേഖരങ്ങളും കൊണ്ട് സമൃദ്ധമായ കണി കണ്ടാണ് വിഷുപ്പുലരിയിൽ മലയാളി കൺതുറക്കുന്നത്. വിളവെടുപ്പുത്സവം എന്ന് പേരുള്ളതുകൊണ്ട് കാർഷിക വിളകൾക്കാണ് കണിയിൽ പ്രാധാന്യം. നിലവിളക്ക് തെളിച്ച് ഊട്ടുരുളിയിലാണ് കണിയൊരുക്കുന്നത്. കൊന്നപ്പൂവ്, വെള്ളരി, മാങ്ങ, ചക്ക, നാളികേരം, അഷ്ടമംഗല്യം, അരി, കോടിമുണ്ട്, സ്വർണം, പണം എന്നിവയെല്ലാം വിളക്കിന് മുന്നിൽ ഒരുക്കിയാണ് കണി ഒരുക്കുന്നത്. കൃഷ്ണപ്രതിമയും മതഗ്രന്ഥങ്ങളും ഉൾപ്പെടെ കണി കാണാനായി വയ്ക്കുന്നു. വിഷുവിനെ സംബന്ധിച്ച് പ്രധാനമായും രണ്ട് വിശ്വാസങ്ങളാണുള്ളത്. തിന്മയുടെ പ്രതീകമായ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചതിന്റെ ആഘോഷമാണ് വിഷു എന്ന് ഐതിഹ്യമുണ്ട്. രാവണന്റെ ഭരണകാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും രാവണവധത്തിനു ശേഷം സൂര്യൻ നേരെ ഉദിച്ചു തുടങ്ങിയതിന്റെ സ്മരണയ്ക്കായാണ് വിഷു ആഘോഷിക്കുന്നത് എന്നുമുള്ള വിശ്വാസമുണ്ട്. ലങ്കാദഹനത്തിന്റെ പ്രതീകമായി വിഷു തലേന്ന് വീട്ടുപരിസരം വൃത്തിയാക്കി ചപ്പുചവറുകൾ കത്തിക്കുന്ന രീതിയും ചിലയിടങ്ങളിലുണ്ട്. സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കണി കണ്ടുണർന്ന് ഓരോ മലയാളിയും വിഷു ആഘോഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.